ധനികനായ യുവാവ് സങ്കടത്തോടെ നടന്നുപോയതാണ് ഇന്നലത്തെ ഗോസ്പല്. തിരിഞ്ഞുപോലും അയാൾ നോക്കിയിട്ടില്ല. കാരണം അയാൾ സമ്പത്ത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. നാളുകൾ കൊണ്ടും കാലം കൊണ്ടും അയാൾ സമ്പാദിച്ചതും പാരമ്പര്യമായി കിട്ടിയ സമ്പാദ്യമാണ് അയാളെ താങ്ങായി നിർത്തിയത്. നിത്യജീവനാണോ സമ്പാദ്യമാണോ ചോദിച്ചാൽ അയാൾക്കിഷ്ടം അയാളുടെ ബാങ്ക് ബാലൻസ് തന്നെയാണ്. അയാൾ പോയി. ഇത് അയാളുടെ മാത്രം സങ്കടമായി മാറിയില്ല, ഇപ്പോൾ ചുറ്റുന്ന 12 പേരുടെ സങ്കടമായി. കാരണം എല്ലാവരും ബാങ്ക് ബാലൻസ് സൂക്ഷിക്കുന്നവരാണ്. ഇനി എന്തു ചെയ്യും? കാര്യം പണി കിട്ടിയല്ലോ. നിത്യജീവൻ അവകാശമാക്കാൻ ബാങ്ക് ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് ക്രിസ്തുവിൻ്റെ റോള്. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആർക്കകത്ത് പ്രവേശിക്കാൻ പറ്റും? എല്ലാവർക്കും ബാങ്ക് ബാലൻസ് ഉള്ളതല്ലേ? കാശൊരു പ്രശ്നമാണോ? കാശ് പ്രശ്നമല്ല. അത് ക്രിസ്തു കൃത്യമായിട്ട് പറയും. നിത്യജീവൻ അവകാശമാക്കാൻ ചെയ്യേണ്ടത് അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ മക്കളെയോ എന്തിനെയാണോ നീ ഏറ്റവും അധികം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിന് നീ മാറ്റ്. സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്ന കറൻസിയാണെന്ന് ചിന്തിക്കരുത്, ബാങ്ക് ബാലൻസ് ആണെന്ന് ചിന്തിക്കരുത്. സമ്പാദ്യമെന്ന് പറയുന്നത് ദൈവത്തിനേക്കാൾ ഉപരി എന്തിനെയാണോ നീ സ്ഥാനം കൊടുക്കുന്നത് അതാണ് നിൻ്റെ സമ്പാദ്യം. അത് കറൻസിയാണോ എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കും, ചിലപ്പോൾ വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും. ദൈവത്തെ സൗകര്യാർത്ഥം മാറ്റി നിർത്തുന്ന എന്തിനേയും വിളിക്കേണ്ട പേരാണ് സമ്പാദ്യം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു പറഞ്ഞ എന്താ? നീ നിൻ്റെ സമ്പാദ്യം ഉപേക്ഷിക്കുക, പ്രയോറിറ്റൈസ് ചെയ്യും. ഇതിൻ്റെ അർത്ഥം നാളെ എല്ലാ റിലേഷൻഷിപ്പും കട്ട് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ റിലേഷൻഷിപ്പ് നീ പറയുമ്പോൾ നിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ദൈവമായിരിക്കണം ഫസ്റ്റ്. ആ ദൈവത്തെ നീ സൗകര്യാർത്ഥം മാറ്റി വയ്ക്കരുത്. അതേ ക്രിസ്തു പറഞ്ഞോളൂ. നമ്മൾ ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ സൗകര്യാർത്ഥം മാറ്റി വയ്ക്കുന്നത് എന്താണ്? കുടുംബ പ്രാർത്ഥനയാണ്. ശനിയാഴ്ച രാത്രി അല്പം വൈകിക്കിടന്നാൽ സൗകര്യാർത്ഥം മാറ്റി വയ്ക്കുന്നത് എന്താണ്? ഞായറാഴ്ചത്തെ കുർബാനയാണ്. ഇങ്ങനെ എന്തിൻ്റെ പേരിലും നമ്മൾ മാറ്റിവെക്കാൻ എളുപ്പം നമ്മൾ കാണിക്കുന്നതിൻ്റെ പേരിലാണ്, ദൈവത്തിൻ്റെ പേരിലാണ്, ദൈവാലയത്തിൻ്റെ പേരിലാണ്. ഇത്രയും ക്രിസ്തു പറഞ്ഞോളൂ. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് പറയേണ്ട പേരെന്നറിയോ? ഈശോ എന്നാണ്. ആ ലിസ്റ്റിൽ കാര്യം എത്തിയില്ലെങ്കിൽ പണിപ്പാളും. ഒരു കാര്യം വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. രാവിലെ മുതൽ കിടക്കുന്നവരെ നമ്മളൊരു 10 കാര്യം ചെയ്തിരിക്കട്ടെ. ഗൗരവകരമായി നിങ്ങൾ ചെയ്ത 10 കാര്യത്തിനിടയിൽ എത്ര സമയമാണ് നിങ്ങൾ ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളത്? വലിയ വേദനയോടെ പറഞ്ഞാൽ ഈ 10 കാര്യങ്ങൾക്കിടയിൽ പോലും ക്രിസ്തു എന്നൊരാൾ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സങ്കടം. ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കോ കൂടി ഒരു ദിവ്യബലിയിലോ വെറുതെ കുരിശുവരയിൽ പോലും ഇല്ലാത്ത എത്രയോ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ സൗകര്യാർത്ഥം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. എന്തിനെ ചേർത്ത് പിടിക്കാമെന്ന് വിചാരിക്കുന്നുവോ അതൊരു നാൾ കടന്നു പോകും. എന്നാൽ ഒരിക്കലും മാറാത്ത സ്നേഹം അത് ക്രിസ്തുവിൻ്റെ മാത്രമാണ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കരുതി വയ്ക്കുന്ന ബാങ്ക് ബാലൻസ് അത് ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കും, വസ്തുക്കളായിരിക്കും, സ്ഥാനമാനങ്ങളായിരിക്കും. തെറ്റിപ്പോകാൻ, തകർന്നു പോകാൻ വലിയ സമയമൊന്നും വേണ്ട. സൂക്ഷിക്കേണ്ടത് ബാങ്ക് ബാലൻസ് അല്ല, ബെസ്റ്റ് ഫ്രണ്ടായ ക്രിസ്തുവിനെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.